MSF, SFI ഉയർത്തിയ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി പറയണം. MSFനെ വിമർശിച്ചാൽ മതവിമർശനമാക്കി മാറ്റുകയാണ്. MSF ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ ഫണ്ടിന്റെയും നാവായി മാറിയിരിക്കുകയാണെന്നും PS സഞ്ജീവ് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇത്ര ദുർബലമായൊരു പ്രസ് മീറ്റ് നടത്തിയത് ഇപ്പോൾ അടുത്താണ് കാണുന്നത്. വാദങ്ങൾക്ക് അത്രമേൽ ശക്തിയില്ലാതെ, വാക്കുകൾ അത്രമേൽ മൂർച്ചയില്ലാതെ ദുർബലമായ പ്രതിരോധമായിരുന്നു MSFന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്ന വർഗീയവാദികൾക്ക് കൂടെ നിന്നു എന്നൊക്കെയുള്ള പച്ചക്കള്ളങ്ങൾ എഴുന്നള്ളിച്ചു. ഞാൻ അന്വേഷിച്ചു. ജെം കോളേജ് എന്ന കോളേജുമായി ബന്ധപ്പെട്ട് അവിടെ CFI SFI വിജയിപ്പിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. പച്ചക്കള്ളമാണ്. അത്തരത്തിലുള്ള ഒരു നിലപാട് SFI എടുത്തിട്ടുമില്ല. അതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ SFI അതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞതാണ്. അങ്ങനെയൊരു കാര്യമേ സംഭവിച്ചിട്ടില്ല. എന്നാൽ ഇന്നലെ MSFന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ മുഴുനീള പ്രസ് മീറ്റിൽ കണ്ടിട്ടുള്ളത് അതിനിടയിൽ വന്ന ചില വാക്കുകളും ചില പരാമർശങ്ങളുമാണ്. അതിൽ പ്രധാനമായിട്ടും ഞങ്ങൾ പറഞ്ഞൊരു വാദം, MSF സംസ്ഥാന കമ്മിറ്റി ആവട്ടെ, MSF ആവട്ടെ, ഇന്നത്തെ അതിന്റെ പ്രസിഡന്റ് ആവട്ടെ, അവർ വർഗീയവാദ നിലപാട് വരുത്തുന്നു, വർഗീയവാദികളായിരിക്കുന്നു. അതിനുള്ള കാരണം അവർ ജമാഅത്ത് ഇസ്ലാമിക്കും നിരോധിക്കപ്പെട്ട ക്യാമ്പസ് ഫ്രണ്ടിനും അവരുടെ സംഘടനയിൽ എല്ലാവിധ ഇടപെടലുകൾക്കുമുള്ള സ്ഥാനം കൊടുക്കുന്നു. അതിന്റെ നാക്കായി MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് മാറുന്നു. ഇന്നലെ MSF പ്രസിഡന്റ് ഉപയോഗിച്ചൊരു വാക്ക് ഇടത് ഹിന്ദുത്വ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇടത് ഹിന്ദുത്വ എന്ന വാക്ക് ഈ കേരളത്തിൽ ആദ്യമായി കോയിൻ ചെയ്തത് ജമാഅത്ത് ഇസ്ലാമിയാണ്. ഇടത് ഹിന്ദുത്വ എന്ന വാക്കുകളടക്കം ജമാഅത്തെ ഇസ്ലാമി നേതാവിൽ നിന്ന് കടമെടുത്തതാണ്. C. ദാവൂദിന്റെ ജിഹ്വയായി MSF പ്രസിഡന്റ് മാറിയിരിക്കുന്നു. ശക്തമായ വർഗീയവാദ നിലപാടുകൾ ഉയർത്തുക വഴി MSF ABVPയുടെ വളർച്ചയ്ക്ക് സഹായമൊരുക്കുകയാണ് എന്നും സഞ്ജീവ് പറഞ്ഞു. സത്വവാദ സംഘടനയാണെന്ന MSF നിലപാട് അപഹാസ്യമാണ്. കാസർഗോഡ് സീതാങ്കോളി ITIയിൽ പോലും ABVP സഹായത്തോടെയാണ് MSF യൂണിയൻ ഭരിക്കുന്നത്. കണ്ണൂർ വനിതാ കോളേജിൽ ഉൾപ്പെടെ മതാധിഷ്ഠിത നിലപാടുകളാണ് MSF സ്വീകരിക്കുന്നത്. ഫാറൂഖ് കോളേജിന്റെ പോസ്റ്ററിൽ പോലും MSF ജിന്നയെ വാഴ്ത്തുകയാണ്. ഇത്തരം അപകടകരമായ വർഗീയ പ്രചരണമാണ് PK നവാസ് പ്രസിഡന്റായതിനു ശേഷം MSFൽ നിന്നുണ്ടാവുന്നത്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.